നമസ്തേ കലാസ്നേഹികളെ. നമ്മൾ മലയാളികൾക്ക് തെലുങ്കിലെ എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും അഭിനേതാവാണെങ്കിലും ഒരു കണ്ണടച്ച് മറു കണ്ണിലൂടെ നോക്കി എല്ലാവരെയും ബാലകൃഷ്ണ ഗാരുവിന്റെ വിഹിതക്കാരായി മാത്രമേ പരിഗണിക്കാറുള്ളൂ. അതൊരു ചെറിയ സത്യമല്ലേ? ഏതാണ്ട് ഇപ്പോഴതിനൊക്കെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ചില പ്രത്യേക സമയത്ത് ഇവന്മാർ ഓരോ പടം ഇങ്ങോട്ട് ഇറക്കി വിടും. പിന്നും നമ്മൾ നമ്മുടെ അഭിപ്രായം അങ്ങ് മാറ്റി പറയും. ഒരു ദിവസം നോക്കിക്കോ, ഇവിടുത്തെ മലയാള റിവ്യൂസിനെയും റോസ്റ്റേഴ്സിനെയും എല്ലാം തെലുങ്ക് നാട്ടിലെ മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും ലിറ്റിൽ സ്റ്റാറും സ്റ്റൈലിഷ് സ്റ്റാറുമായ നക്ഷത്രങ്ങളെല്ലാം ഒരുമിച്ച് ഒരു വിരുന്നിനങ്ങ് ക്ഷണിക്കും. എന്നിട്ട് ബാലയോഗാരു പണ്ടൊരു പ്രൊഡ്യൂസറോട് ചെയ്ത പോലെ കൊണ്ട് കിട്ടി വെടി വെച്ചില്ലേ 4 പല്ലെങ്കിലും അവന്മാരെ അടിച്ചിളക്കും. കാരണം അത്രയ്ക്കുണ്ട് അവന്മാർക്ക് നമ്മളെ കൊണ്ടുള്ള ശല്യം. നമ്മളന്ന് കാണാൻ പോകുന്നത് ഒരു കുടുംബ കഥയാണ്. സീരിയൽ കണ്ടാൽ കരയുന്ന കുട്ടികളോട് സ്നേഹമുള്ള അമ്മയെ സ്നേഹിക്കുന്ന വർക്കേഴ്സിന്റെ കണ്ണിലുണ്ണിയായ ഒരു സാധു മിഡിൽ ക്ലാസ് മെഗാസ്റ്റാർ ചിരഞ്ജീവി ഗാരുവിന്റെ കഥ. വിതൗട്ട് എനി വലിച്ചു നീട്ടൽ, കം ഓൺ ലെറ്റ്സ് വാച്ച് ദിസ് മൂവി ടുഗദർ. ഇതിൽ നമ്മുടെ ഗാരു ഒരു വലിയ ഓഫീസറാണ്. നാഷണൽ സെക്യൂരിറ്റി ആണ് ജോലി. ജന്മനാ പഴയ ടെറർ വില്ലനായ ഇദ്ദേഹത്തിന്റെ ജീവന് ഹാനി ഉണ്ടെന്നറിഞ്ഞ് അദ്ദേഹത്തിന് സെക്യൂരിറ്റി പണിയെടുക്കാൻ അദ്ദേഹം ചോദിക്കും, എവിടെ പോയി നമ്മുടെ മെഗാസ്റ്റാർ? അറിയാലോ, അയ്യോ ഈ കച്ചല്ല പാപം കേട്ട. മെഗാസ്റ്റാർ എന്ന് കേട്ടപ്പോ വന്നതാണ്. ഇവിടത്തെ മെഗാസ്റ്റാർ ദേവൻ. ഈ സിനിമയിലെ പ്രത്യേകത, എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടേതായ ഒരു മാസ് ബിജിഎം ഉണ്ട്. പുള്ളിയെ ബോസ് എന്നാണല്ലോ മാപ്പിള ലഹള ഉണ്ടായ അന്ന് മുതലേ വിളിക്കുന്നത്. അതിനാൽ തന്നെ ബോസ് എന്ന് ബിജിഎമ്മിൽ പറയും. കാര്യം എങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം ആകെ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു സാധു മനുഷ്യനാണ്. നാഷണൽ സെക്യൂരിറ്റി ഓഫീസർ ആണെങ്കിൽ എന്താ, മിഡിൽ ക്ലാസ് ആണ്. അതായത് ഇവരുടെ ഭാഷയിൽ ഈ പണി എടുക്കുന്നവരൊക്കെ മിഡിൽ ക്ലാസ്സിലുള്ളവർ എന്നാണ്. അറ്റ്ലീസ്റ്റ് ഒന്ന് റിച്ച് എന്നെങ്കിലും പറയാമായിരുന്നു. അതിനൊരു വലിയ ദുരൂഹമായ കാരണം ഈ സിനിമയിലുണ്ട്. മെറ്റമോർഫിക്കലി ഞാൻ നിങ്ങളോട് അത് പറഞ്ഞു തരാം. ഭൂമി എത്ര വലുതാണ്, പക്ഷേ ഉഗ്രജ്വലനായ സൂര്യന്റെ മുന്നിൽ ഭൂമി വെറും ചെറുതല്ലേ. മിഡിൽ ക്ലാസ് മൊണ്ണ പോലുമല്ല. മനസ്സിലായോ? അല്ല, മനസ്സിലായില്ലെങ്കിൽ അതായത് അത് നിങ്ങൾക്ക് വഴിയെ ഇതിലെ വലിയ റിച്ച് പീപ്പിളിനെ കാണുമ്പോൾ മനസ്സിലാകും. അങ്ങനെ നമ്മുടെ മിനിസ്റ്റർക്ക് സെക്യൂരിറ്റി കൊടുക്കുവാണ് ഗാരുവും ടീമും. എന്റെ പൊന്നുകാസ്, ഇവിടെയൊക്കെ ഏകപ്പെട്ട കോമഡി സീൻസ് ആണ്. ഈ 70-ാം വയസ്സിലും അങ്ങനെ ഒരു അഭിനയം നിങ്ങൾ കണ്ടില്ലേ? ഈ പടം ഫണ്ണി അളമ്പൻസ് കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. തെലുങ്ക് ദേശവാസിയോടൊപ്പമാണ് നിങ്ങൾ ഈ പടം തിയേറ്ററിൽ പോയി കണ്ടിരുന്നെങ്കിൽ അവര് ചിരിക്കണ കണ്ട് നിങ്ങൾക്ക് ചിരിച്ചിരിച്ചിരിച്ചിരിച്ചിരിച്ച്. പിന്നെ ഗാരു ഇതിലൊരു മണ്ടനും മൊണ്ണനും അലമ്പനുമായ അലസനുമായ ഒരു ഓഫീസറാണ് അത്രേ. ബട്ട് ഈ സൂപ്പർ സ്റ്റാറുകൾക്കും ബുദ്ധിജീവികൾക്കും മാത്രമായുള്ള ഒരു പ്രത്യേകതയുണ്ട്. അവർ മടിയന്മാരും അലസന്മാരും ഷണ്ണന്മാരുമായി ഇരുന്നാലും അതൊരു അലങ്കാരമായേ കാണും. ഉദാഹരണത്തിന് ഐൻസ്റ്റീനൊക്കെ എത്ര വലിയ മടിയനാണ്, പക്ഷെ അതൊക്കെ അദ്ദേഹത്തിന് ഒരു അലങ്കാരമല്ലേ. സിമിലർലി നമ്മുടെ ഗാരു ആണെങ്കിൽ ഒരു വിഷയം വന്നാലും ഗാരുവിന്റെ അടി മനസ്സിലാകണമെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയി നോക്കിയാൽ പറ്റൂല. കണ്ണു തുറന്ന് ഒന്നുകൂടെ സ്ലോ മോഷനിൽ നോക്കി. സല്ലൂബായി സിക്കന്ദറിൽ അടിക്കുമ്പോ ഉടുപ്പിട്ടെന്നും പറഞ്ഞ് ഇതുപോലെ ഒരെണ്ണം എനിക്കും വേണമെന്ന് ഗാരു. അപ്പൊ തന്നെ സ്റ്റണ്ട് ഡയറക്ടർ പറഞ്ഞു, അതുപോലെ ഒരെണ്ണം എന്തിനാ, അത് എന്നെ ഞാൻ അടിച്ചു മാറ്റി തരൂല്ലേ. കോട്ട് മാത്രം വെക്കണ്ട, സൺഗ്ലാസും ടൈയും കൂടി ഞാൻ കെട്ടിത്തരാന്ന് ഗാരുവിനോട്. അങ്ങനെ മിനിസ്റ്ററെ രക്ഷിച്ച ഗാരു നേരെ 6:60 പോയി ഒരു ഡാൻസ്. ഒരു കാര്യം സമ്മതിക്കണം, 70-ാം വയസ്സിൽ പുള്ളിക്ക് നന്നായിട്ട് ഡാൻസ് കളിക്കാനും സ്റ്റണ്ട് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ. ഇവിടെ നമ്മളൊക്കെ 30 കഴിയുമ്പോഴേ പിന്നെ ഇനി ഈ ഗാരുവിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്ക് 10-65 വയസ്സായെങ്കിലും കല്യാണമൊക്കെ കഴിഞ്ഞ് ഡിവോഴ്സായ ഒരു ക്രോണിക് ബാച്ചിലറാണ്. പുള്ളി എങ്ങനെയാണ് കല്യാണം കഴിഞ്ഞ ഒരു ക്രോണിക് ബാച്ചിലറായി മാറി എന്നാണ് പറയുന്നത്. ഒരു ദിവസം വിധിയുടെ വിപ്ലവത്തിൽ അദ്ദേഹം സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ലേഡിയായ ബിസിനസ്സുകാരൻ 9 സ്റ്റാറിനെ കണ്ടെത്തുകയാണ്. യാദൃശ്ചികമായ അവരുടെ കണ്ടുമുട്ടൽ ഒരു പായക്കപ്പൽ പോലെ നീളാൻ തുടങ്ങും. പലപ്പോഴായി അപ്രതീക്ഷിത കണ്ടുമുട്ടലുകളിൽ ഒടുവിൽ അവർ അങ്ങ് ഒരുമിക്കാൻ തീരുമാനിക്കും. എന്നിട്ട് അവർ പരസ്പരം പേര് പറഞ്ഞ് പാട്ട് പാടും. ఓ మాట చెప్పాలి, ఓ ప్రసాదు మో మాట లేకుండా. അതിനുശേഷം അവരുടെ നിക്കാഹ് കഴിയും, 2 പിള്ളേരും ആകും. ഒരു കാര്യമുണ്ട് ഗൈസ്, ഗാരുവിന്റെ ഫാമിലി മിഡിൽ ക്ലാസ് ആണ് അത്രേ. അത് മാത്രമല്ല ശശിരേഖ നിക്കാഹ് കഴിഞ്ഞ ശേഷം പിന്നെ ബിസിനസ് ഒക്കെ വിട്ടുനിന്ന് ആകെ വീട്ടു ജോലിക്കാരിയായി കഴിയുകയാണ്. അങ്ങനെ ഇരിക്കെ ഉണ്ട് ശശിയുടെ അച്ഛൻ ശശി പ്രോ വന്ന്, മോളെ നീ എന്റെ ബംഗ്ലാവിലോട്ട് വരണം, നീ നിന്റെ ഹസ്ബൻഡിനെയും കൂട്ടിക്കോ, നമുക്ക് അവിടെ വന്ന് താമസിക്കാം എന്ന് പറയും. ബട്ട് ഷീ റിഫ്യൂസ്ഡ്. ബട്ട് ഗാരുവിനോട് ഇക്കാര്യം പറയുമ്പോൾ ഗാരു അങ്ങ് വിചാരിക്കും, കേളവന്റെ ഒരു ആഗ്രഹമല്ലേ,
സുഖമല്ലേ, ഇനി അങ്ങേരെ എത്ര നാളാണ് ഉണ്ടാവാൻ പോണത്, നമുക്ക് കുറച്ച് ലക്ഷറി ഇട്ട് താമസിക്കുകയും ചെയ്യാമെന്നും പറഞ്ഞു പുള്ളി അത് സമ്മതിച്ച് അവർ ആ വീട്ടിലേക്ക് അങ്ങനെ കയറി ചെല്ലുകയാണ്. ഒടുവിൽ ഇന്ദ്രന്റെ സഭ പോലത്തെ വീട്ടിൽ പോയി വെപ്പും കൂടിയും തുടങ്ങും. പോരത്തിന് ഗാരുവിനെ അവരുടെ കമ്പനിയിൽ പിടിച്ചിരുത്തി നല്ലൊരു പ്രവാചക പോസ്റ്റും അങ്ങ് കൊടുക്കും. ബട്ട് there is a twist, guys. ശശിയുടെ അച്ഛൻ ഗാരുവിന് ശരിക്കും ഗാരുവിനെ ഇഷ്ടമല്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ ഉടൻ തന്നെ ഗാരുവിനെ അയാൾ വെറും വീട്ടുജോലിക്കാരനാക്കി മാറ്റും. അതുമാത്രമല്ല ഗാരുവിന്റെ കുഞ്ഞുങ്ങളെ ഗാരുവിൽ നിന്ന് റിപ്പൽ ചെയ്യാൻ ശ്രമിക്കും. അത് ഗാരുവിന് ഇഷ്ടമാക്കില്ല. ഇത് ചോദ്യം ചെയ്ത ഗാരു 4 ആള് കൂടി നിന്ന ഒരു ഇന്റർവെൽ നടക്കുന്ന സമയത്ത് അമ്മാവന്റെ മോന്തക്കിട്ടൊരു OTP കൊടുക്കും. അതുമാത്രം OTP കൊടുത്തതിന് സോറി പറയാൻ പറഞ്ഞ ശശിയുടെ മുഖത്തിട്ടും കൊടുക്കും ഒരു OTP, വീണ്ടും കൊടുക്കും ഒരു ഡബിൾ OTP. You can't just. Oh, are you alright? How did? അതോടുകൂടി ശശിരേഖ ഗാരുവിനെ പിടിച്ച് പുറത്താക്കും, എന്നിട്ട് ഡിവോഴ്സും ചെയ്യും. പിന്നെ ഇതുപോലെ ഇത്രയും പൈസക്കാരനായ അമ്മാവിന്റെ മുഖത്ത് ആഞ്ഞടിച്ച ഈ തൈരനെ അവരെ പിടിച്ച് പൂട്ട് പൂജിക്കോ. ആരാടാ ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ച ഓന്തുമോർ? ഇതൊക്കെ ഏത് നൂറ്റാണ്ടിലെ കഥ? മെഗാസ്റ്റാറായ ആരെയും മോന്തൊക്കെ അടിക്കാന്നാണ്. കുടുംബത്തിൽ വിളിച്ചേറ്റി അവിടെ കയറി താമസിച്ചപ്പോഴേ പെണ്ടാട്ടിയുടെയും തന്തയുടെയും മോന്തൊക്കെ അടിച്ചേക്കണം. അങ്ങനെ 6 വർഷങ്ങൾ എണീറ്റ് പോയി. പെട്ടെന്നൊരു ദിവസം മക്കളെ ഓർമ്മ വന്ന ഗാരു അവരുടെ സ്കൂളിൽ PT സാറായിട്ട് അങ്ങ് കയറുകയാണ്. പെട്ടെന്ന് എങ്ങനെ PT സാർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഗാരു ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് വെച്ച് PT സാറൊക്കെ ആയിട്ട് സ്കൂളിൽ ചേരാൻ പറ്റും. പക്ഷെങ്കിൽ ആദ്യം ആ പിള്ളേരെ അടുക്കൂല. ചോക്ലേറ്റും കളിപ്പോട്ടൊക്കെ കൊടുത്ത് ഗാരു അവർ വളയ്ക്കാൻ ശ്രമിക്കും. പക്ഷെ അവരതെടുത്ത് മുഖത്തെറിഞ്ഞു കൊടുക്കും. അതിന്റെ ഇണ്ടക്കടെ കൂടെ ഒരു വെടല ചെക്ക ഇതിനകത്ത് കയറി വരും. ആരുടെ ഈ ചെറുക്ക ഒരു കാര്യമില്ല സിനിമയിൽ കുത്തിക്കേറ്റി വെച്ചേക്കണം. പ്രൊഡ്യൂസറെ ഡയറക്ടറെ വല്ല മോനാണോ എന്തോ. ഈ കൊച്ചു ഫുണ്ടിനെ നമ്മൾ തരണം ചെയ്യണമെങ്കിൽ അല്പ കണ്ടൊന്നും ക്ഷമ പോരാ. അമ്മാതിരി അപരാധം വെറുപ്പിക്കലാണ് ഈ ചെറുക്ക ഈ സിനിമയിൽ. ഇതുപോലൊരു അലഞ്ചൂസ് കളി. അങ്ങനെ ഇരിക്കും നമ്മുടെ പെങ്കൊച്ചിന്റെ പട്ടിയെ കാണാനില്ല. അവൾ നല്ല ഉദാസീനയാണ്. ഇത് തന്നെ അവസരമെന്നും പറഞ്ഞ് നേരെ കാട്ടിലേക്ക് കയറി ചെല്ലും. അപ്പൊ നോക്കുമ്പോ ദാ അവിടെ ഒരു അപരാധ പുരുഷൻ നിൽക്കണം. 10 അവതാരം എന്ന് പറയും പോലെ ഈ സിനിമയിൽ അഭിനയിച്ച 10 അപരാധങ്ങളിൽ ഒരെണ്ണമാണ് ദേ ഇത്. ഇതും ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. ഒരു ആവശ്യവും ഇല്ലാത്തൊരു അപരാധ സീൻ. പാതിരാത്രി കാട്ടിനകത്ത് ഒരുത്ത റാന്തലും പിടിച്ച് ആദിവാസി വേഷം വിട്ട് അടിച്ച് പൂസായി അമ്മായിയമ്മയുടെ വീട് തേടി നടക്കണം. അത് കഴിഞ്ഞ് എന്തായാലും മുള്ളാൻ പോയ പട്ടിയെ ഗാരു രക്ഷിക്കും. അല്ലെങ്കിലും പണ്ട് ഈ ഗാരുകൾക്ക് മൃഗങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. വിശന്ന് ചാവാറായ ഒരു പുലി മാനിനെ പിടിക്കണ കണ്ട പുലിയെ ചുടുകലിൽ എറിഞ്ഞു കൊന്നു മാനിനെ അതിന്റെ വായ്ക്കകത്ത് വിരലിട്ട് ഛർദിപ്പിച്ച് രക്ഷിച്ച് കൊണ്ടുവരുന്ന മുതലുകളാണ് ഈ ഗാരുകൾ. ഒരു ഉദാഹരണത്തിന് ദേ നമ്മുടെ ഈ ഗാരുവിനെ നോക്കൂ. ഒരു കഴുകന് വിശന്ന് ഡിന്നറാകാൻ വെച്ച മുയലിനെ രക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന്. അങ്ങനെ എന്തായാലും പട്ടിയെ രക്ഷിച്ച കുട്ടി ഗാരുവിനെ കെട്ടിപ്പിടിക്കും. അങ്ങനെ അവർ കൂട്ടാകും. ഈ പടത്തിന്റെ പേര് മനശങ്കര വരപ്രസാദ് ഗാരു എന്നാണ്. ഇത് കേട്ടപ്പോ ശരിക്കും എനിക്ക് ഓർമ്മ വന്നത് റെഡ്ഡി. ഫുൾ നെയിം എന്താ? രാജശേഖര റെഡ്ഡി. നല്ല പേരല്ലേ, രാജശേഖർ റെഡ്ഡി. വെങ്കടേശ്വര രാജശേഖര రెడ్డి. యదుగురి వెంకటేశ్వర రాజశేఖర రెడ్డి. అల్లరి నాగేంద్ర విజయవాడ. అల్లుడు గొప్ప యదుగురి వెంకటేశ్వర రాజశేఖర రెడ్డి. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ആ മനുഷ്യന് തന്റെ ബന്ധം പിരിഞ്ഞ ഭാര്യയോട് ഇപ്പോഴും സ്നേഹമാണ്. പെട്ടെന്ന് ആ സ്കൂളിൽ ഒരു അലമ്പ്. ഒരുത്തനെ വന്ന് ഗാരുവിന്റെ കൊച്ചുങ്ങളെ തല്ലിയേക്കണ്. ഇതറിഞ്ഞ ഗാരു നേരെ തല്ലുവന്റെ വീടിന്റെ ഗേറ്റ് ഇടിച്ചു പറത്തി അവനെ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് അടിക്കും. പോരാത്തന്നെ അവന്റെ പെണ്ടാട്ടിയുടെ കയ്യിലെ വളം മേടിച്ച് അവന്റെ മോന്തക്കെട്ട് ഇടിക്കും. എന്നിട്ട് തിന്നെ ഒരു ആപ്പിളും കൊടുക്കും. തെലുങ്കിലെ സീരിയലും സിനിമയൊക്കെ എല്ലാം ഒരേപോലെ ആയോണ്ട് കാണുന്നവർക്ക് ഒന്നും മനസ്സിലാകാതെ ഇരിക്കൂല. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ ഗാരു ഒരു ദിവസം പിള്ളേരെ വീട്ടിൽ വിരിച്ചു വരുത്തി മുട്ട കലക്കിക്കൊണ്ടിരിക്കവേ സ്വന്തം അച്ഛനെ പറ്റി അവരോട് അമ്മൂമ്മ തള്ള ചോദിക്കും. അപ്പൊ അവര് പറയും അതിന്റെ കൂടെ അവർ ഒരു കാര്യം കൂടി ആഡ് ചെയ്യും. ഈ നിക്കണ ഗാരു ഇല്ലേ, ഈ ഗാരുവാണ് ഒരു തന്തയുടെ മാതൃക. ഇതാണ് ഒരു യഥാർത്ഥ തന്ത. ഇത് കേട്ടതും ഗാരു കരയാൻ ശ്രമിക്കും. പക്ഷെ അപ്പൊ തന്നെ ഗാരുവിന് ബാത്റൂമിൽ പോകാൻ മുട്ടും. അതുകൊണ്ട് കരയാൻ പറ്റൂല. നിങ്ങൾ ആരെങ്കിലും അജിത്തിന്റെ വിശ്വാസം സിനിമ കണ്ടിട്ടുണ്ടോ? എങ്കിൽ ആ പടത്തിന്റെ മുതുകത്തുനിന്ന് ചൂണ്ടിയതാണ് ഈ സിനിമ. ഇനി ആ പടമില്ലേ വിശ്വാസം, അത് ആക്ച്വലി തുളസി എന്ന വെങ്കടേഷിന്റെ മൂവിൽ നിന്നും ചുരുണ്ടിയതാണ്. അതില് നായിക നയൻതാര, അവർ 2 പേരും ഉണ്ട് ഈ സിനിമയിൽ. പെട്ടെന്നൊരു നയൻതാര തന്റെ മക്കളെ നന്നായി നോക്കുന്ന PT സാറിനെ കാണാൻ സ്കൂളിൽ വരും. വന്ന് നോക്കുമ്പോ അവിടെ ആരാ നിക്കണേ?
സ്വാഭാവികമായും നയൻതാര അവന് 2 അപരാധം പറഞ്ഞിട്ട് അങ്ങ് പോകും. പക്ഷെ ഇങ്ങേരി ആരും ചെയ്യാത്ത ഒരു കടങ്കഥ അങ്ങ് ചെയ്യും. പുള്ളി ഒരു പാട്ടങ്ങ് എഴുതി പാടും. അയാൾ വർഷങ്ങളോളം മെന്റൽ ഹോസ്പിറ്റലുകളിൽ അടച്ചു പൂട്ടപ്പെട്ട ആളാണ്. ഭാഗ്യം അത് തെലുങ്കായോണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അല്ലെങ്കിൽ പിന്നെ ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിൽക്കണമായിരുന്നു. മാത്രമല്ല പിന്നെ അത് എപ്പോഴും തലേ കയറി താമസം അങ്ങ് തുടങ്ങിയേനെ. എന്തായാലും എന്തോ കളിയൊക്കെയാണ് പാടണെന്ന് അവന്മാരൊക്കെ മോന്താണ്ട് നമുക്ക് മനസ്സിലാവൂലേ. പാട്ടിൽ വരെ അവന്മാര് ഗാരു എന്ന് ചേർക്കും. എല്ലാത്തിലും ഇവിടെ ഗാരു ഉണ്ടാടേ. ചോറ് ഗാരു, വെളിച്ചെണ്ണ ഗാരു, കാറ് ഗാരു, കിണർ ഗാരു, കുളം ഗാരു, എന്തിനും ഏതിനും ഒരു ഗാരു. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ അപ്പൂപ്പൻ ഗാരുവിനെ ആരും ആക്രമിക്കാൻ ശ്രമിക്കുന്നതാണ്. മിക്കവാറും പാട്ട് കേട്ടിട്ട് ഗാരു തന്നെയാകും നമ്മളെ ആളെ ആക്രമിച്ച് കൊല്ലാൻ നോക്കിയതെന്ന് നമ്മൾ വിചാരിച്ചാൽ തെറ്റി. ഇത് വേറെ ഏതോ ഒരുത്തനാണ്. ഇത്രയും വലിയ റിച്ച് പേഴ്സണ് വധഭീഷണി ഉള്ളതിനാൽ അവരപ്പം തന്നെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിനെ ഏർപ്പെടുത്തും. അപ്പോഴതാ ദൂരത്ത് നിന്ന് വരുന്നു രക്ഷകൻ. കടുക് വിതറിയ പോലെ തോക്കും പിടിച്ച് കമാൻഡോസിന് ഇടയിലൂടെ അതാ മന്ദം മന്ദം നടന്നു വരുന്നു നമ്മുടെ. പിന്നെ പട ഇവിടെ നിന്ന് അങ്ങോട്ട് തേർഡ് ഗിയർ മാറ്റി റിവേഴ്സ് ഇട്ടൊരു ഒറ്റ പോക്കാണ്. ഗാരുവിനെ കളിയാക്കി അപ്പം പാട്ട് പാടിയത് കാരണം നാഷണൽ സെക്യൂരിറ്റി ഓഫീസറായ വന്ന ഗാരു അവിടെ കിടന്ന് കോട്ട് വിട്ട് പാട്ട് പാടി കുണുക്കണ്. എന്നിട്ട് പണ്ട് മെറ്റമോർഫിക്കലി ഗാരുവിനോട് അപ്പൂപ്പൻ ഗാരു പറഞ്ഞു, നിന്റെയും നയന്റെയും ഇടയിൽ ഞാനൊരു വെറുപ്പ് കൊണ്ട് മതിൽ പണിയുമെടാ, എന്നിട്ട് നിങ്ങളെ അകറ്റുമെന്ന്. ഈ മൊണ്ണയ്ക്ക് അത്ര ബുദ്ധിയല്ലേ ഉള്ളൂ, നീ നമുക്കിടയിൽ മതിൽ കെട്ടുവോ അല്ലടാന്നും പറഞ്ഞ് അവിടെ വെറുതെ ചാരി നിന്ന മതിൽ ഇടിച്ചങ്ങ് പൊളിക്കും. പിന്നെ ആ വീട്ടിൽ കയറി ഗാരു തക്കം കിട്ടുമ്പോ ഒക്കെ പഴയ ഭാര്യ എന്ന അധികാരത്തിലായിരിക്കണം 9 സ്റ്റാറിനോട് ഫ്ലർട്ട് ചെയ്യാൻ നോക്കും. വയസ്സാനാല് ഓൻ കഴപ്പും കാമവും ഉന്നെ വിട്ട് എങ്കേയും പോകലേ. എടാ ഇതൊക്കെ എന്ത് അപരാധമാടാ ഈ പടത്തിൽ പടച്ചു വെച്ചേക്കണം. പഞ്ചായത്തിൽ പോലും ബുദ്ധിയുള്ള ഒരുത്തില്ലേ. കോമാളിത്തരം പറഞ്ഞ ഭയാനകമാണ് ഈ പടം. അനി അരിപ്പൊടി എന്ന പേരുള്ള ഒരു സംവിധായകനാണ് ഇത് എടുത്തതെന്ന് പറയുന്നു. അരിപ്പൊടി ആണെങ്കിലും റവപ്പൊടി ആണെങ്കിലും 300 കോടിക്ക് മുകളിലാണ് ഈ പടം കളക്ട് ചെയ്തതെന്ന് അറിയുമ്പോഴാണ് തെലുങ്കന്മാരുടെ ആസ്വാദ നിലവാരം നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഗാരുവിന്റെ ഒരു പവർ, ഒരു മകരസംക്രാന്തിക്ക് ഗാരുവിന്റെ വക ഫാൻസിന് ഒരു സമ്മാനമാണ് ഈ പടം. പിന്നെ ഇതില് ഹരീഷ് പെടലാടി ഉണ്ട്. പുള്ളി വലിയ ബിസിനസ്മാൻ ആണെന്നേ. ഗാരു ദൂരെ നിന്ന് അവരെ സംഭാഷണം വീക്ഷിക്കും. ഈ കണ്ണും ചെവിയും കേട്ടിടാത്ത ഗാരുവിന് തോന്നുന്നു നയൻതാര അവൻ കയറി ത്രെറ്റ് ചെയ്യണമെന്ന്. ഗാരു അപ്പൊ തന്നെ ഒരു കോർക്ക് ബാളെടുത്ത് അങ്ങനെ നെറ്റിലോട്ട് അടിച്ചു വിട്ടു കൊടുക്കും. പക്ഷെ സത്യത്തിൽ അവിടെ സംഭവിച്ചത് മറ്റൊന്നാണ്. ശ്രദ്ധിച്ചു കേട്ടോ, നെഞ്ചിടിച്ച് പേടിച്ച് തോറി മെഴുകി നിൽക്കുക ഞാൻ. ഈ സാഹചര്യത്തിൽ എന്നെ വെറുതെ വിട്ടൂടെ? ഇനി ഇതിലെ മെയിൻ വില്ല നമ്മുടെ സുദേവ് നായരാണ്. ഇപ്പൊ സുദേവ് ജി സ്ഥിരം നമ്മുടെ അലക്കുചെട്ടിയെ വരുകയാണ്. ഉള്ള പടം മൊത്തവും വില്ല. അവസാനം ഉടലറിയാതെ തല പോണത് മിച്ചം. സുദേവ് ജി ഇതിലൊരു പോലീസുകാരനാണ്. പുള്ളിയുടെ അനിയന് വേണ്ടി സുദേവ് ജി റിവെഞ്ച് എടുക്കാൻ ഇറങ്ങിയൊക്കെയാണ്. ഈ പടമില്ലേ ഗൈസ്, ഒരു ഫൈറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു പാട്ട് കഴിഞ്ഞെങ്കിൽ ഒരു സെന്റ് കഴിഞ്ഞെങ്കിൽ പിന്നെ ഒരു കോമഡി. അങ്ങനെ കൃത്യമായി ടെംപ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്ലാസിക് അപരാധമാണ് ഈ പടം. ഈ സീൻ ശ്രദ്ധിക്കൂ. കോമഡി സീനാണ് ഉദ്ദേശിക്കുന്നത്. തെലുങ്കായോണ്ട് നിങ്ങൾക്ക് രണ്ടും മനസ്സിലായില്ലെന്ന് എനിക്ക് അറിയാൻ വേണ്ടി. നിങ്ങൾക്ക് മനസ്സിലാകാത്ത പോലെ രണ്ടും എനിക്ക് മനസ്സിലായില്ലുണ്ട്. എന്നാൽ എന്തോ വലിയ കോമാളിത്തരമാണെന്ന് മനസ്സിലായുണ്ട്. ഗാരുമാര് നമ്മളെ നിരാശപ്പെടുത്താൻ ഒരിക്കലും നിരാശപ്പെടുത്താറില്ലല്ലോ. അപ്പോ ഇവിടെ പോസിറ്റീവ് എനർജി പൊങ്ങി പൊറലി പറവളു തൊക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ ഒരു പാട്ട് സീനൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല പൈസ മുടക്കിയിട്ടുണ്ട്, അത് സത്യം. പിന്നെ ഇതില് വില്ലനായ സുദേവ് ജി എജ്ജാതി വില്ലൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എമ്മലോട് വീട്ടിൽ കയറി തുണ്ടുവിടാൻ കാണിച്ച് അങ്ങേര് ഭീഷണിപ്പെടുത്തി അവിടെ നിന്നൊരു ചാക്ക് പൈസ ആയിട്ടൊക്കെ കടന്നു കളയും. അത്തരത്തിലുള്ള ഒരു ക്രിമിനൽ വില്ലനാണ് അവൻ. അങ്ങനെ ഇരിക്കെ ഗാരുവിന്റെ അമ്മ ഒരു ദിവസം വീട്ടിലേക്ക് വരികയാണ്. അവരുടെ സംസാരം ഒളിഞ്ഞു കേട്ട പിള്ളേർക്ക് മനസ്സിലാവും ഗാരുവാണ് അവരുടെ കളഞ്ഞു പോയ തന്ത എന്ന്. അതോടെ അവരൊന്നിക്കും. ബട്ട് ഇതറിഞ്ഞ തന്ത പിറ്റേന്ന് മോള് വേറൊരു ബിസിനസ് ടൈക്കൂണുമായി കെട്ടിക്കാൻ നോക്കും. അതാരാണെന്ന് അറിയാമോ? ദേ കാണ്. എന്തടാ വെങ്കടേശൻ നടക്കുമ്പോ ഒരു ഇളക്കം. ഏമണ്ട് ചിരഞ്ജീവി ഗാരുവിന് ചെപ്പണ്ടി വെങ്കടേഷ് കൂട്ടി. പിന്നെ അവർ രണ്ടുപേരും കൂടി നയൻതാരയ്ക്ക് വേണ്ടി കിടന്ന് കാണിക്കണ അപരാധത്തിന് കയ്യും കണക്കും ഇല്ല. 2 കിളവന്മാരും കൂടെ ജെൻസി വേഷവും ഇട്ട് കുതിരയ്ക്ക് അടിക്കണ സ്പ്രേയും അടിച്ച് കിടന്ന് മെഴുകും. കുറച്ചു നേരം അപരാധം കാണിച്ച ശേഷം ഇനി നമ്മൾ 2 സൂപ്പർ സ്റ്റാറും കൂടി തമ്മിലടിക്കാൻ പാടില്ല, അത് ഫാൻസിന് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ് തന്നെ കള്ളു കുടിക്കാൻ പഠിപ്പിച്ചത് ഗാരുവാണെന്നും പറഞ്ഞ് അവരങ്ങ് ഒന്നിക്കും. എന്നിട്ട് പോയി ഡാൻസ് കളിക്കും.
പേര് വെച്ച് പാട്ടെഴുത്ത് ഈ പടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പണ്ട് മാപ്പിളപ്പാട്ടുകാരാണ് ഇങ്ങനെ കുറെ കൽബാണ് ഫാത്തിമ, നെഞ്ചാണ് ഫാത്തിമ, കാലില് അല്ല തലമണ്ടയിൽ ഫാത്തിമ എന്നൊക്കെ പറഞ്ഞ് പാട്ടുകൾ എഴുതിക്കൊണ്ടിരുന്നത്. തെലുങ്കന്മാരിലേക്ക് ആ ട്രെൻഡ് ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഇനി പടം അവസാനിപ്പിക്കണ്ടേ? ഗാരു അങ്ങനെ വില്ലിന്റെ കൂടെ ഉള്ള ഒരുത്തിനെ പിടിച്ചിട്ട് ചോദിക്കും, എന്തിനാടാ ഇവ ഇങ്ങനെ കൊല്ലാൻ നടക്കണം എല്ലാവരെയും. അപ്പോഴാണ് ആ കഥ പറയുന്നത്. നമ്മുടെ സുധേജീവിക്ക് ഒരു അനിയൻ ഉണ്ടായിരുന്നു. അവൻ ആഭാസനും കള്ളുകുടിനുമായി ഒരു ചെറ്റയായിരുന്നു. അവൻ ഒരു പെണ്ണിനെ നിസ്സാരമായി ഒന്ന് റേപ്പ് ചെയ്ത് കൊന്നു. ഇത്രയും ചെറിയ കേസിനെ പോലീസ് അവനെ എൻകൗണ്ടർ ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നതിനിടെ നയൻതാരയുടെ കാറിൽ അവർ ലിഫ്റ്റ് ചോദിക്കും. ബട്ട് അവരുടെ മക്കൾക്ക് ആളെ മനസ്സിലാവും. അപ്പൊ തന്നെ നയൻതാര ഇവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. അതാണ് അവന് നയൻതാരയോടും ഫാമിലിയോടും ഉള്ള ദേഷ്യം. സുദേവ്ജി പോലീസിന്റെ പിടിയിലുമാകും, അനിയനെ എൻകൗണ്ടറും ചെയ്യും. ഈ കഥ നമ്മൾ കേട്ട് കഴിഞ്ഞതും സുദേവ്ജി നേരെ നയൻതാരയുടെ വീട്ടിലേക്ക് ആക്രമിച്ച് കയറി അവരെ മൃത്യു ചെയ്യാൻ തുനിഞ്ഞു വന്ന് നിൽക്കുകയാണ്. പിന്നെ അവിടെ ഒരു ബേളമാണ് ഗൈസ്. കാരു ഒരു കങ്കാരുവിനെ പോലെ എല്ലാവരെയും ഇടിച്ച് തെറിപ്പിക്കും. കാരുവിന്റെ ഇടി കൊണ്ട് ഓരോരുത്തന്മാരെ അടുത്ത ജില്ലയിലാണ് പോയി വീഴുന്നത്. അതിന്റെ ഇടയിൽ ഗാരുവിന്റെ അമ്മേനെ ഇവന്മാര് പൂട്ടാൻ ശ്രമിക്കും. ബട്ട് അവിടെ വെങ്കിയപ്പൻ ഇത്രയും പൈസ കൊടുത്ത് എന്തിനാ ഈ സിനിമയെ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് വെങ്കിയെ കൊണ്ട് അവിടെ 2 ഡാൻസ് കളിപ്പിക്കും. അല്ല സോറി, ഫൈറ്റ് ചെയ്യിപ്പിക്കും. പിന്നെ അവിടെ വെങ്കിയെങ്കിൽ ഇവിടെ ഗാരു, ഇവിടെ ഗാരുവെങ്കിൽ അവിടെ വെങ്കി. 2 സൂപ്പർ സ്റ്റാറുകൾ മാറി മാറി ഫൈറ്റ്. നമുക്ക് സിനിമ ചാല അപരാധമായി തോന്നിയെങ്കിൽ തെലുമ്പങ്കാർക്ക് പടം ചാല ഇഷ്ടമായിണ്ട്. പിന്നെ ഗ്രാവിറ്റിയുടെയും ലോജിക്കിന്റെയും കാര്യം പറയണ്ടല്ലോ. അവർ ഈ തലമുറയിൽ പെട്ടവരല്ലാത്തതുകൊണ്ട് ഇവിടെ അവർക്ക് സ്ഥാനമില്ല. അങ്ങനെ ഒടുവിൽ തന്റെ സാക്രിഫൈസ് കണ്ട് നയൻതാര വീണ്ടും ഗാരുവിനോട് തന്റെ സ്നേഹം തുറന്നു പറഞ്ഞ് ഉമ്മ അയച്ച് കെട്ടിപ്പിടിച്ച് അവിടെ അങ്ങനെയൊന്നും ചെയ്യൂല. അവര് വീണ്ടും ഒരുമിക്കും. എന്നിട്ട് ലക്ഷറി ലൈഫൊക്കെ കളഞ്ഞ് അച്ഛനും മോളും കൂടി മിഡിൽ ക്ലാസ് ഫാമിലിയായി ജീവിച്ച് മാതൃകയാകും. അതോടെ ഈ പടം ശുഭം. ആശ്വാസമായി. ചിരഞ്ജീവി ഗാരുവിന്റെ ഒക്കെ സ്റ്റാർഡത്തിന്റെ വലിപ്പം തെലുങ്ക് ഇൻഡസ്ട്രി ഉണ്ടായിരുന്നെന്ന് പോലും അറിഞ്ഞൂടായിരുന്ന സമയത്തേക്ക് ഇങ്ങനെ പേര് പലർക്കും അറിയായിരുന്നു. അത്രയ്ക്കും വ്യക്തിപ്രഭാവമുള്ള മനുഷ്യനാണ് ഇങ്ങനെ. ഇപ്പോഴും ആ ഒരു മെഗാസ്റ്റാർ പട്ടം നിലനിൽപ്പുണ്ട്. ഒന്നും മാറി ചിന്തിച്ച് നല്ല കഥാപാത്രങ്ങൾ നല്ല സ്ക്രിപ്റ്റും ഒക്കെ സെലക്ട് ചെയ്താ കാണുന്ന നമ്മൾക്ക് ഒരു ആശ്വാസമായിരുന്നു ഗാരു. എന്തായാലും മതി ഗൈസ്, ഇനി എനിക്കൊന്നും പറയാനില്ല. 10-15 മിനിറ്റിനകം ഈ സിനിമ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നില്ലേ? നന്ദി. ലൈക്കായും ഷെയറായും ഹൈപ്പായും അറിയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ശരി ഗൈസ്, നമ്മൾ ഇനിയും കാണും. താങ്ക്സ്. ലവ് യു.